ചെങ്കടൽ കടന്നത് സ്നാനത്തിന് മുൻകുറിയെന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ രണ്ടാമത് ചെയ്യേണ്ടത് സ്നാനപ്പെടണം. ചെങ്കടലിൻ്റെ കരയിൽ വന്നപ്പോഴാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉരുവായത്. കാരണം തിരിച്ചു കൊണ്ടുപോകാൻ ഫറവോനും കൂട്ടരും വരുന്നു. എന്നാൽ യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ വന്ന സ്ഥലത്തിലേക്ക് പുറകിലോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകുക. അപ്പൊ ചെങ്കടലിന്റെ കരയിൽ വെച്ച് അവർ ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് തീരുമാനം? ഒന്നുകിൽ ദൈവത്തിന്റെ വാക്കിന് കീഴടങ്ങണം, അല്ലെങ്കിൽ ഫറവോന്റെ വാക്കിന് കീഴടങ്ങണം. ഇന്ന് പലരും ചെങ്കടൽ തീരം വരുമ്പോൾ, സ്നാനം എന്ന വിഷയം വരുമ്പോൾ പിശാചിന് കീഴടങ്ങി അവർ മടങ്ങിപ്പോകുകയാണ്. എന്നാൽ പിശാചിന് കീഴടങ്ങി മടങ്ങിപ്പോകുന്നവർക്ക് കാനാൻ കാണുവാൻ കഴിയുകയില്ല. ദൈവം പറയുന്നു, മുന്നോട്ട് തന്നെ പോകുക. ദൈവത്തിന്റെ ശബ്ദം കേട്ട് സ്തോത്രം, മുന്നോട്ട് തന്നെ പോയാൽ, സ്നാനപ്പെട്ട് അല്ലെങ്കിൽ ചെങ്കടൽ കടന്നാൽ അക്കരയെത്തും. അവിടെ വരുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഫറവോന്റെ അതിർത്തി ചെങ്കടൽ. ഹല്ലേലൂയ. അതിർത്തിക്കപ്പുറം നാം പോകുക. ഒരു വ്യക്തി പിശാചിനോടുകൂടെ വാണ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ പിശാചിനോടുള്ള ബന്ധത്തെ അറുത്തു കളഞ്ഞിട്ട് ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാനപ്പെടുന്ന സമയത്ത് ശക്തമായൊരു തീരുമാനം വേണം. ഇനി സാത്താനോടും അവന്റെ അതിർത്തിയിലും ഞാൻ ജീവിക്കണമോ, അതോ സ്നാനമേറ്റ് സാത്താന്റെ അതിർത്തി വിട്ട് ക്രിസ്തുവിനോട് ചേരണമോ എന്നൊരു തീരുമാനം വളരെ പ്രധാനമാണ്.